കീരിയും പാമ്പും ശത്രുത ഉള്ളതുപോലെയാണ് പരുന്തും പാമ്പും തമ്മിലുള്ള ശത്രുത. കടുത്ത വിഷം അവഗണിച്ച് പാമ്പിനോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ചുരുക്കം ചില ജീവികളിലൊന്നാണ് പരുന്തുകൾ. എന്നാൽ പരുന്തുകൾക്ക് പാമ്പുകളോടുള്ള ഈ ശത്രുതയ്ക്ക് പിന്നിൽ ഒരു കാരണവുമുണ്ട്. ആ കാരണവും പാമ്പും പരുന്തും ഏറ്റുമുട്ടിയാൽ ആര് വിജയിക്കുമെന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫുഡ് ചെയിനിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവിവർഗമാണ് പരുന്തുകൾ എന്ന് നമുക്കറിയാം. അതായത് പരുന്തുകൾക്ക് പറയത്തക്ക വിധത്തിലുള്ള ശത്രുക്കളോ വേട്ടക്കാരോ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് തരത്തിലുള്ള പരുന്തുകൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അവയിൽ ഏറ്റവും വലിയ പരുന്തുവർഗമാണ് ഹാർപ്പി ഈഗിൾ എന്ന പരുന്തുകൾ. തെക്കൻ മെക്സിക്കോയിലും മധ്യ അമേരിക്കൻ മേഖലകളിലും ആമസോൺ കാടുകളിലുമാണ് ഹാർപ്പി പരുന്തുകളെ കൂടുതലായി കണ്ടുവരുന്നത്. ഏതായാലും 7 അടിയോളം നീളമുള്ള ചിറകുകളും 10 കിലോയ്ക്കടുത്ത് തൂക്കവുമുള്ള ഭീമൻ പരുന്തുകൾ വരെ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. മുൻപേ സൂചിപ്പിച്ച ഹാർപ്പി ഈഗിളുകളുടെ പെൺവർഗത്തിന്റെ കാൽപാദങ്ങൾക്ക് മനുഷ്യരുടെ കൈപ്പത്തിയുടെ അത്ര വലുപ്പമുണ്ടാകും. യഥാർത്ഥത്തിൽ നഖങ്ങളാണ് പരുന്തുകളുടെ പ്രധാന ആയുധം. 5 ഇഞ്ച് വരെ നീളത്തിൽ വരെ വളരുന്ന നഖങ്ങളാണ് ഇവയ്ക്കുള്ളത്. തേവാങ്കുകൾ, കുരങ്ങന്മാർ, പാമ്പുകൾ എന്നിവയടക്കം താരതമ്യേന വലിയ മൃഗങ്ങളെ പോലും എളുപ്പത്തിൽ പിടിയിരും. ഈ നഖങ്ങൾ പരുന്തുകൾക്ക് ഏറെ സഹായകമാണ്. വലിയ കുരങ്ങുകളെ മരങ്ങളിൽ നിന്ന് തന്നെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോവുകയാണ് പല പരുന്തുകളും ചെയ്യാറുള്ളത്. കോർത്തു വളഞ്ഞ നഖങ്ങൾ കൊണ്ടുള്ള പിടുത്തത്തിൽ നിന്ന് മൃഗങ്ങൾക്ക് രക്ഷപ്പെടുക ഏറെ ബുദ്ധിമുട്ടാണ്. നഖങ്ങൾക്ക് തൊട്ടു പിന്നിലായി ശക്തിയേറിയ മാംസപേശികളും പരുന്തുകൾക്കുണ്ടാകും. അതിനാൽ തന്നെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ താഴെ വീണുപോകാതെ ബലമായി പിടിച്ചു വെക്കാൻ പരുന്തുകൾക്ക് സാധിക്കാറുണ്ട്. ഭൂരിഭാഗം പരുന്തുകൾ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ വരെ പറക്കാനും കഴിവുണ്ട്. ഇനി പാമ്പുകളുടെ കാര്യമെടുത്താൽ ലോകത്തിലെ മൊത്തം പാമ്പുകളുടെ 7% മാത്രമേ വിഷമുള്ളവയുള്ളൂ. ബാക്കിയുള്ള 93% പാമ്പുകളും വിഷമില്ലാത്തവയാണ്. 3500-ലധികം ഇനം പാമ്പുകളാണ് ഭൂമിയിലുള്ളത്. അതിൽ 600-ഓളം ഇനങ്ങൾ വിഷമുള്ളവയാണ്. അവയിൽ തന്നെ 200 എണ്ണത്തിന് മാത്രമേ മനുഷ്യനെ കൊല്ലാനുള്ള കഴിവുള്ളൂ. പാമ്പുകളുടെ കൂട്ടത്തിലെ രാജാവ് എന്നറിയപ്പെടുന്നത് രാജവെമ്പാലകളാണെന്ന് നമുക്കറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ്, കൂടുണ്ടാക്കുന്ന ഒരേ ഒരു പാമ്പ് തുടങ്ങി ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. രാജവെമ്പാലയ്ക്ക് ഇവകളുടെ ശരീരത്തിന് നീളം പരമാവധി 55 മീറ്റർ വരെയാണ്. മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്ന രാജവെമ്പാല ബുദ്ധി സാമർത്ഥ്യത്തിലും മുന്നിലാണ്. നാഡീവ്യവസ്ഥയെയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുക 20 വർഷം വരെയാണ് രാജവെമ്പാലയുടെ ശരാശരി ആയുസ്. പ്രായപൂർത്തിയായ പാമ്പ് 18 മുതൽ 20 കിലോ വരെ ഭാരമുണ്ടാകും. ഇതിനനുസരിച്ച് വിഷസഞ്ചിയും വലുതായിരിക്കും. രാജവെമ്പാലകൾ തൻ്റെ ശത്രുവിൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന വിഷത്തിൻ്റെ അളവ് വളരെ മാരകമാണ്. അതായത് മോർക്കൻ പാമ്പ് കടിച്ചാൽ 0.25 മില്ലിഗ്രാം വിഷം ശത്രുവിൻ്റെ ശരീരത്തിൽ കയറുന്ന സ്ഥാനത്ത് രാജവെമ്പാലയുടെ ഒറ്റക്കടിയിൽ 5 മുതൽ 7 മില്ലിഗ്രാം വിഷം ശത്രുവിൻ്റെ ശരീരത്തിലെത്തും. 20 പേരെ കൊല്ലാനുള്ള ശക്തിയുണ്ട് ഈ അളവ് വിഷത്തിന്. ഇതാണ് രാജവെമ്പാലയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് പരുന്തുകളും പാമ്പുകളും തമ്മിൽ ഇത്രത്തോളം ശത്രുത എന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ പരുന്തുകൾക്ക് പാമ്പുകളോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് പരുന്തുകളുടെ ഇരകളുടെ ലിസ്റ്റിലെ ഒരു ഇര മാത്രമാണ് പാമ്പുകൾ. പക്ഷേ പാമ്പുകളെ കണ്ടാൽ ഭൂരിഭാഗം പരുന്തുകളും വെറുതെ വിടാറില്ല എന്നതാണ് സത്യം. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. അതായത് പരുന്തുകൾക്ക് പെട്ടെന്ന് പിടിച്ച് ഭക്ഷണമാക്കാൻ കഴിയുന്ന ഇരകളാണ് പാമ്പുകൾ. പെട്ടെന്നുള്ള ആക്രമണത്തിൽ പാമ്പുകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പാമ്പുകൾ പെട്ടെന്ന് കീഴടങ്ങുകയാണ് ചെയ്യാറുള്ളത്. ചില സമയങ്ങളിൽ പരുന്തുകൾ പാമ്പുകളെ തങ്ങളുടെ ശക്തിയേറിയ നഖങ്ങൾ കൊണ്ട് പിടിച്ച ശേഷം പാമ്പുകളെ എയറിലേക്കെടുക്കും ശേഷം എയറിൽ വെച്ചുകൊണ്ട് പാമ്പുകളെ കൊത്തിക്കൊല്ലാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ പാമ്പുകൾക്ക് എയറിൽ വെച്ച് പരുന്തുകൾക്ക് നേരെ ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. കൂടാതെ എയറിൽ വെച്ചാണെങ്കിലും നിലത്ത് വെച്ചാണെങ്കിലും പരുന്തുകൾക്ക് അനായാസം പാമ്പുകളെ കൊത്തിക്കൊല്ലാനും കഴിവുണ്ട്. എന്നാൽ എല്ലാ പാമ്പുകളെയും ഇതേപോലെ പരുന്തുകൾക്ക് പെട്ടെന്ന് കൊല്ലാൻ സാധിക്കില്ല എന്നതും മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് വിഷമുള്ള പാമ്പുകളിലെ രാജാവായ രാജവെമ്പാലകളെ പോലെയുള്ള പാമ്പുകളെ. കാരണം കീരികളെ പോലെ പാമ്പിൻ വിഷം നിർവീര്യമാക്കാനുള്ള കഴിവൊന്നും പരുന്തുകൾക്കില്ല. അതിനാൽ തന്നെ രാജവെമ്പാലയിൽ നിന്നൊക്കെ നല്ലപോലെ ഒരു കടി കിട്ടിയാൽ പരുന്തിൻ്റെ ജീവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എങ്കിലും പരുന്തുകളുടെ കട്ടിയേറിയ തൂവലുകൾക്കിടയിലൂടെ വിഷം കുത്തിവെക്കുക എന്നുള്ളത് പാമ്പുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. എങ്കിലും അതിന് സാധിച്ചാൽ
പരുന്ത് മിനിറ്റുകൾക്കകം ചത്തുവീഴും. പക്ഷേ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ പാമ്പുകൾക്ക് നല്ലപോലെ നീളമുണ്ടായതിനാൽ തന്നെ തൻ്റെ ശരീരഭാഗങ്ങൾ മുഴുവനായും പരുന്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും പാമ്പിന് ഒരു ഡിസഡ്വാൻറ്റേജാണ്. പാമ്പിനേക്കാൾ പരുന്തുകൾക്കാണ് വേഗത കൂടുതലെന്നത് പരുന്തുകൾക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ പരുന്തുകൾക്ക് പാമ്പുകൾ നല്ലൊരു ഇരയാണെന്നതുകൊണ്ട് മാത്രമാണ് പാമ്പുകളും പരുന്തുകളും ഇത്രത്തോളം ശത്രുക്കളായി മാറിയത്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.